നമ്മുടെ നാട് കണ്ട കേരളം മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ സംഭവിച്ച ഈ അടുത്ത കാലത്ത് സംഭവിച്ച ദുരന്തങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകടം വാരി വിതറി, എല്ലാം നഷ്ടപ്പെട്ട, സർവസ്വം നഷ്ടപ്പെട്ട് ഇത്രയും നഷ്ടം സംഭവിച്ച മറ്റൊരു ദുരന്തം ഈ അടുത്ത കാലത്ത് ചൂണ്ടിക്കാണിക്കാനില്ല. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും രണ്ടു കൂട്ടരും ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലുള്ള ഹോസ്പിറ്റലിലെ ജീവനക്കാരും മറ്റുള്ള സന്നദ്ധ സേവന ആൾക്കാരും എല്ലാം നല്ലതാണ്. മനുഷ്യസഹജമായി ചെയ്യാവുന്നതെല്ലാം ക്രോഡീകരിക്കുന്നതായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. പ്രധാനമന്ത്രി പ്രത്യേകമായി ഈ കാര്യങ്ങളെല്ലാം അപ്പോൾ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളും, ഇപ്പോൾ ഞാൻ ഗവർണറായ ഗോവ, ഇവിടുത്തെ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തിലെ മെഡിക്കൽ സൗകര്യങ്ങൾ വേണമെങ്കിൽ അവർ എത്തിച്ചു തരും, സാമ്പത്തികമായിട്ടും എല്ലാം അത് ചെയ്യാം. അപ്പോൾ ഇവരുടെ പുനരധിവാസവും ഇവരുടെ ക്ഷേമവും എല്ലാം ഉറപ്പുവരുത്താനുള്ള എല്ലാം ചെയ്യും. പക്ഷെ ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം നഷ്ടം ഇപ്പോഴും തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും കണ്ടെത്താനുള്ള ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന അല്ലാതെ അതിനെ സംബന്ധിച്ചുള്ള വിവരണങ്ങളും കിട്ടുന്നില്ല. ഏതായാലും കേന്ദ്ര സർക്കാർ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാങ്കേതികമായ പല പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് അത് അക്കാര്യത്തിൽ ഞങ്ങൾക്കാർക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതുപോലുള്ളൊരു അപകടം സ്ഥിതി എന്നുള്ളത് കണക്കാക്കിയിട്ട് ഈ കാര്യത്തിൽ വേണ്ടതെല്ലാം ചെയ്യും. ഞാൻ ഗവർണർമാരുടെ സമ്മേളനം ഉള്ളതുകൊണ്ട് ഞാൻ ഡൽഹിക്ക് പോകുന്നുണ്ട്. ഹോം മിനിസ്റ്ററോട് സംസാരിച്ചു. അവരെല്ലാം ഇതിനെ സംബന്ധിച്ചിടത്തോളം ജാഗരൂകതയുള്ള ആളുകളാണ്. ചെയ്യാം. പിന്നെ ഈ ഹോസ്പിറ്റലിൽ കണ്ടപ്പം എല്ലാ സൗകര്യങ്ങളും പെട്ടെന്ന് തന്നെ നമുക്ക് വൈദ്യശാസ്ത്രത്തിൽ ചെയ്യാവുന്ന എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. അവരെല്ലാം അഭിനന്ദിക്കാനുമായിട്ടും കൂടെ ഈ അവസരം ഞാൻ ഉപയോഗിക്കും. കണക്കുകളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? ഇതിലല്ല, കണക്കിൻ്റെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്നത് ഇപ്പം അവിടെ വന്ന ആളുകൾ നഷ്ടപ്പെട്ട് കാണാനില്ല എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ലിസ്റ്റ് അവർ ശേഖരിക്കുന്നു. അതിൽ മരിച്ചവരുടേത് കുറയ്ക്കുന്നു. എന്നിട്ടും 240 പേരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആധികാരികമായിട്ടല്ല ഞാൻ പറയുന്നത്, അങ്ങനെയാണ്. പരിസരവും സ്ഥലവും ഒക്കെ അറിയാവുന്ന ഒരാളാണല്ലോ. ഇതിന് ദേശീയ ദുരന്തത്തിൻ്റെ ഒരു സ്വഭാവം ഇല്ലേ? അല്ല, ദേശീയ ദുരന്തത്തിനുള്ള മാനദണ്ഡങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെ സംബന്ധിച്ചൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം വെച്ചുകൊണ്ട് ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തെ സംഭവം അങ്ങനെ പ്രഖ്യാപിക്കുന്നതിന് സാങ്കേതികമായി ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എങ്കിലും സമാന സ്വഭാവത്തിലുള്ള ഒരു പരിഗണന കിട്ടും. പരിഗണന ഉറപ്പാണ്. പരിഗണന ചെയ്തല്ലോ. ആദ്യം തന്നെ പ്രൈം മിനിസ്റ്റർ ഞാൻ പിന്നെ ഒരു ദുരന്തമുണ്ടായി ഇത്രയും പെട്ടെന്ന് തന്നെ കിട്ടാവുന്ന എല്ലാ ഫെസിലിറ്റി ഇന്നലെ തന്നെ എത്തിയില്ലേ. മിലിറ്ററിയുടെ ഇടപെടലായാലും ശരി, അതിൻ്റെ ദുരന്ത നിവാരണ കമ്മിറ്റി അതിൻ്റെ ആൾക്കാരെ എത്തിക്കുന്നതായാലും എല്ലാം മനുഷ്യസഹജമായി ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മളതിന് വേറൊരു തരത്തിൽ ചിത്രീകരിക്കുന്നതിൽ അർത്ഥമില്ല. മാത്രമല്ല അതിന് ഇമ്മീഡിയറ്റ് കൊടുക്കേണ്ട തുക പോലും കേന്ദ്ര സർക്കാർ ഇന്നലെ 12 മണിക്ക് മുമ്പായിട്ട് പ്രഖ്യാപിച്ചു.